നിയമഫലം എല്ലാത്തിനും പലിശ സഹിതം തിരികെ ലഭിക്കും. നയൻതാരയുടെ ഒളിയമ്പ്, ലക്ഷ്യം ധനുഷ്. പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധനുഷിനെതിരെ നിയമ പോരാട്ടം ആരംഭിച്ചതിന് പിന്നാലെ നയൻതാര പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വിവാദങ്ങൾക്ക് വഴിവെക്കുന്നു. കർമ്മയിൽ അടിസ്ഥാനമാക്കിയുള്ള പോസ്റ്റ് ധനുഷിനെതിരായ ഒളിയമ്പാണെന്നാണ് വിലയിരുത്തൽ. നുണകളാൽ നിങ്ങൾ ആരുടെയെങ്കിലും ജീവിതം തകർത്താൽ അതൊരു വായ്പയായി കണക്കാക്കണം. അത് പലിശ സഹിതം നിങ്ങൾക്ക് തന്നെ തിരികെ ലഭിക്കും. നയൻതാര പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് അഭിഭാഷകൻ മുഖേന ധനുഷിന് മറുപടി നൽകിയതിന് പിന്നാലെയാണ് നയൻതാര പോസ്റ്റ് പങ്കുവച്ചത്. നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിയിൽ ഞാനും റൌഡിതാൻ എന്ന സിനിമയുടെ ചിത്രീകരണ വീഡിയോ ഉപയോഗിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു നയൻതാരയ്ക്കും ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവനും ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും എതിരെ ധനുഷിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനിയായ വണ്ടർബാർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഞാനും റൌഡിതാൻ സിനിമയുടെ നിർമ്മാതാവ് എന്ന നിലയിലായിരുന്നു ധനുഷിന്റെ ഹർജി. വിഘ്നേഷ് ശിവൻ സംവിധാനം നിർവഹിച്ച ഞാനും റൌഡിതാൻ ചിത്രത്തിൽ നയൻതാരയായിരുന്നു നായിക. ഡോക്യുമെന്ററിക്കായി ഈ ചിത്രത്തിലെ രംഗങ്ങൾ ഉപയോഗിക്കാൻ നിർമ്മാതാവായ ധനുഷിൽ നിന്ന് അനുമതി തേടിയെങ്കിലും ലഭിച്ചില്ല. തുടർന്ന് ചിത്രത്തിലെ പാട്ടിന്റെ കുറച്ച് ഭാഗവും ചിത്രീകരണ വീഡിയോയും ഉപയോഗിച്ചു. തുടർന്ന് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ധനുഷ് നോട്ടീസ് നൽകി. 3 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ഉപയോഗിച്ചതിന് ഇത്ര വലിയ തുക ആവശ്യപ്പെടുന്നത് ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമത്തിലൂടെ പുറത്തുവിട്ട കത്തിൽ നയൻതാര ധനുഷിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. നോട്ടീസ് വകവയ്ക്കാതെ ഡോക്യുമെന്ററിയിൽ വീഡിയോ ഉപയോഗിച്ചതോടെയാണ് ധനുഷ് കോടതിയെ സമീപിച്ചത്.